നേപ്പാൾ പ്രക്ഷോഭത്തിന് ശേഷം നാം പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പലതും നേതാക്കളുടെ അക്കൗണ്ടുകളിൽ ഇനി ഇന്ത്യ, ശ്രീലങ്ക കഴിഞ്ഞു, ബംഗ്ലാദേശ് കഴിഞ്ഞു, നേപ്പാൾ കഴിഞ്ഞു, ഇനി ഇന്ത്യ. അപ്പോൾ കോൺഗ്രസിന്റെ സ്വപ്നം ലഡാക്കിൽ പൂവണിഞ്ഞോ? കോൺഗ്രസിന്റെ സ്വപ്നമായിരുന്നു അത്. ഒന്നല്ല പറഞ്ഞ് ഇത്തരം 1000 സംഘർഷങ്ങൾ ഭാരതത്തിൽ ഉണ്ടാകുമെന്നാണ് ആ ടീഷർട്ടൊക്കെ ഇട്ട് ഗുണ്ടയുടെ ടൈപ്പിൽ നടക്കുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊജക്ഷൻ അതായിരുന്നു. നേപ്പാളിൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ശ്രീലങ്കയുടെയും ഒക്കെ ശൈലിയിൽ ഇതാ വരുന്ന ഭാരതത്തിലും ജനാധിപത്യ വഴിയിലൂടെ ജനങ്ങളുടെ അംഗീകാരം നേടി എനിക്ക് ഭരണത്തിൽ വരാൻ പറ്റില്ല എന്ന് ഉറപ്പായതോടുകൂടി കലാപമുണ്ടാക്കി വെടക്കാക്കി തനിക്കാക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ചിന്തിച്ചത്. ഏതായാലും കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി ബീഹാറിൽ ചേരുന്ന സമയത്ത് തന്നെ ഇങ്ങനൊരു പ്രശ്നം അവിടെ ഉണ്ടായിരിക്കുന്നു. രണ്ടാമത് അതുപോലെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളൊരു സഖാവ് മറിയം അലക്സാണ്ടർ ബേബി, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ചൈനയിലേക്ക് പോയിരിക്കുകയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ചർച്ച നടത്താൻ വേണ്ടി. ഈ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി നടക്കുകയും ചൈനയിൽ ചെന്ന് തങ്ങളുടെ മുതലാളിമാരോട് മേലാളിമാരോട് ഞങ്ങൾ ഇന്ത്യയിലും ചിലതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് റിപ്പോർട്ട് കൊടുക്കാൻ സഖാവ് ബേബിക്കും അവസരമൊരുക്കുന്ന ഒരു ചെറിയ പ്രശ്നം എന്ന് കണക്കാക്കിയാൽ മതി ലഡാക്കിലേത്. പക്ഷെ അതിനെ അല്ലാതെ ഒരു പരീക്ഷണശാലയായി മാറുമോ? ഒരിക്കലുമില്ല. പരീക്ഷണശാലയായി മാറുകയും തന്നെയല്ല. ഭാരതം അങ്ങനെ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്, എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ സൂചനകൾ അവിടെ ഈ പ്രശ്നം ഉണ്ടാക്കിയവർക്ക് കിട്ടും. അതെങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നോ എന്താണ് അത് ആ സൂചനകളെന്നോ പറയാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അത് നമുക്ക് നാളെ കാണാം. ഭാരതം ഇതിനെയും അതിജീവിക്കും. ജമ്മു കാശ്മീരിനെയും ലഡാക്കിൻ്റെയും ഒക്കെ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ് ഭാരതത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ അവിഭാജ്യ ഘടകമാക്കി മാറ്റിയ അങ്ങോട്ട് തുടങ്ങിയതാണല്ലോ ഈ പ്രശ്നം. അതിലൊരു കാര്യം മനസ്സിലാക്കണം. ഈ ലഡാക്കില് കാർഗിൽ എന്ന് പറയുന്ന ജില്ല സ്വാഭാവികമായും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഭാരതവിരുദ്ധരാണെന്ന് അർത്ഥമാക്കേണ്ട ആവശ്യമില്ല. എങ്കിലും മുസ്ലിം ഭീകരതയ്ക്കും തീവ്രവാദത്തിനും വളക്കൂറുള്ള മണ്ണാണത്. ഒപ്പം തന്നെ ചൈനയ്ക്ക് സ്വാഭാവികമായ താല്പര്യമുള്ള ഇടമാണത്. അതുകൊണ്ട് തന്നെ ചൈനയുടെയും പാകിസ്ഥാന്റെയും പാശ്ചാത്യ ശക്തികളുടെയും പിന്തുണയോടും സാമ്പത്തിക സഹായത്തോടും ഭാരതത്തിൽ കലാപങ്ങൾക്ക് വഴിമരുന്നിടാൻ ശ്രമിക്കുന്ന രാഹുലിന്റെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ബേബിയുടെ പാർട്ടിയും അതുപോലെ ഇസ്ലാമിക തീവ്രവാദികളുമൊക്കെ പരിശ്രമിച്ചു നോക്കാൻ പറ്റിയ ഒരു വളക്കൂറുള്ള മണ്ണായിരുന്നു അവിടെ. ഇവിടെ ഇപ്പം അത് പറഞ്ഞു വരുമ്പം ഈ സമരം നയിക്കുന്ന സോണൽ വാങ്ചുങ് നിരാഹാരം ഇരിക്കുന്നത് ആ സമരം തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി. ഈ മാസം 10-ാം തീയതിയാണ് ആരംഭിച്ചത്. ഒക്ടോബർ 6-ാം തീയതി ചർച്ചയ്ക്കും വിളിച്ചിരിക്കുകയാണ്. സമാധാനപരമായി ജനാധിപത്യപരമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണം എന്ന താല്പര്യത്തോടെ ഒരു സർക്കാർ നീങ്ങുമ്പം അത് വേണ്ട, ഞങ്ങൾ കലാപം ഉണ്ടാക്കി അടങ്ങുള്ളൂ എന്ന് പറയുമ്പം ആ കലാപം സ്വാഭാവികമായിട്ടുണ്ടായതല്ല. നേപ്പാളിലും അങ്ങനെ ആയിരുന്നില്ല, ബംഗ്ലാദേശിലും സ്വാഭാവികമായിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയാം ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ പങ്കുവഹിച്ചതെന്ന്. ഒപ്പം ഒരു കാര്യം കൂടി അവിടെ ഓർക്കണം. കലാപത്തിൻ്റെ ശൈലിയോ മരിച്ചവരുടെ എണ്ണമോ പരിക്കേറ്റവരുടെ എണ്ണമോ അതിൻ്റെ വ്യാപ്തിയോ അല്ലെങ്കിൽ BJPയുടെ ഓഫീസ് തീ വെച്ചതോ
CRPF വാൻ തീ വെച്ചതോ ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചെങ്കിലും അതിലൊക്കെ പ്രധാനമായിട്ടും നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയമുണ്ട്. നേപ്പാളിലെ കലാപം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി പ്രത്യക്ഷമായി കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ചൈനയാണ്. രാജീവ് ഗാന്ധിയുടെയും സീതാറാം യെച്ചൂരിയുടെയും ഒക്കെ സഹായത്തോടു കൂടി നേപ്പാളിനെ ചൈനയുടെ ഭാഗത്തേക്ക് അടുപ്പിക്കുന്നതിന് കാലങ്ങളായി അവർ വിജയിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ആ സാഹചര്യത്തിലാണ് അവരുടെ ഒരു പാവ സർക്കാർ ചൈനയോടൊപ്പം നിൽക്കുന്ന സർക്കാരിനെയും ഒരു ഭരണകൂട സംവിധാനത്തെയും അവിടെ അട്ടിമറിച്ചപ്പം പകരത്തിന് പകരം എന്ന് തോന്നുന്ന രീതിയിൽ എന്ന് വെച്ചാൽ നേപ്പാളിൽ ചെയ്തത് ഭാരതമൊന്നുമല്ല, എങ്കിലും അങ്ങനെ സംഭവിച്ചു. ആ സംഭവിച്ച സാഹചര്യത്തിൽ ലഡാക്കിലൊരു പ്രശ്നം ഉണ്ടാക്കി ഭാരതത്തെ ഒന്ന് വെല്ലുവിളിക്കണം. അതുകൊണ്ടാണ് ഒക്ടോബർ 6-ാം തീയതി ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന് പറഞ്ഞതിന് പോലും കാത്തിരിക്കാതെ പെട്ടെന്നൊരു സംഘർഷത്തിന് വഴിയൊരുക്കിയതെന്ന് കൃത്യമായി നമുക്ക് വായിച്ചു മനസ്സിലാക്കാം. ഇവിടെ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെയും സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചുടുചോറ് വാരിക്കുക എന്ന് പറയുന്ന പോലെ പക്വതയില്ലാത്ത പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെ കൊണ്ട് അനാവശ്യമായ ഒരു സംഘർഷത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ അത് എത്രമാത്രം വ്യാപകമായി ആ തുടങ്ങുന്നവരെ തന്നെ ബാധിക്കും എന്നുള്ളത് പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമായത്. അത് അറിയാവുന്നവർ തന്നെയാണ് ഇതിന് പിന്നിലുള്ളവരും. നമുക്കറിയാം കോൺഗ്രസിനെ ഇപ്പം നയിക്കുന്നത്, കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ പിന്നിൽ നിന്ന് നയിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ തുക്കടെ ഗാങ്ങിന്റെ ആൾക്കാരാണ്. കനയ്യകുമാർ പാർട്ടിയിലുണ്ട്. കനയ്യകുമാർ ഭാരത് തേരി തുക്കടെ ഹോങ്കെ ഇൻഷാള്ള എന്ന് മുദ്രാവാക്യം വിളിച്ചവര്. കേരൾ മാങ്കെ ആസാദി, മണിപ്പൂർ മാങ്കെ ആസാദി, കാശ്മീർ മാങ്കെ ആസാദി എന്നെല്ലാം പറഞ്ഞിട്ട്, അതായത് ഈ സംസ്ഥാനങ്ങൾക്കെല്ലാം സ്വാതന്ത്ര്യം വേണം, ഭാരതത്തെ കഷണമായിട്ട് മുറിക്കണം, അങ്ങനെ മുദ്രാവാക്യം വിളിച്ച ആ കൂട്ടരാണ് ഇന്ന് രാഹുലിനെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ പറഞ്ഞത് ഞാൻ എതിർക്കുന്നത് ഇന്ത്യൻ സ്റ്റേറ്റിനെയാണ്, ഭാരതം എന്ന രാഷ്ട്രത്തെയാണെന്ന് പറഞ്ഞത്. അതിൻ്റെ ഒരു പ്രായോഗിക തരത്തിലേക്കുള്ള ആവിഷ്കാരമാണ് ഈ ലഡാക്കിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വ്യക്തമാകുന്ന വസ്തുത എന്ന് പറയുന്നത് കലാപം കൊണ്ട് ഭാരതത്തെ കീഴടക്കാൻ ശ്രമിക്കുന്ന രാഹുൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന ഘടകമുണ്ട്. നേപ്പാളിലും ഒരു പരിധിവരെ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലുമൊക്കെ യുവതലമുറയുടെ സമരം ഉണ്ടായപ്പം അവർ സമരം ചെയ്തത് അഴിമതിക്കെതിരെയായിരുന്നു, കുടുംബവാഴ്ചക്കെതിരെയായിരുന്നു. ഉന്നത കുടുംബങ്ങളിലെ രാഷ്ട്രീയ അധികാരത്തിലിരിക്കുന്നവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും അനധികൃതമായി പ്രത്യേക പരിഗണന കിട്ടുന്നതിനെതിരായിട്ടായിരുന്നു. ഇവിടെ ഈ സമരം ലഡാക്കിൽ അങ്ങനെയൊന്നുള്ള ഒരു വിഷയവും വന്നിട്ടില്ല. നമുക്കൊരു സംസ്ഥാനം കിട്ടണം, ലഡാക്കിനെ സ്റ്റേറ്റ് ആക്കി മാറ്റണം, തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭ ഉണ്ടാവണം. നിയമസഭയില്ലെങ്കിലും അവിടെ കൗൺസിലുകളൊക്കെ ഉണ്ട്, അവിടെ MP ഉണ്ട്, ലോകസഭയിലേക്ക് അംഗമുണ്ട്. അപ്പൊ ഇത് വേണം. ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കാനും ജീവൻ എടുക്കാനും ആരെങ്കിലും തയ്യാറാവും. മറ്റത് മനസ്സിലാക്കാം. സഹികെട്ട അഴിമതിക്കെതിരെ പോരാടിയാൽ, സഹികെട്ട അക്രമങ്ങൾക്കെതിരെ പോരാടിയാൽ, ജനാധിപത്യത്തെ ഇല്ലാതാകുന്ന കുടുംബവാഴ്ചക്കെതിരെ, അല്ലെങ്കിൽ എൻ്റെ തലമുറയിൽപ്പെട്ട എനിക്ക് കിട്ടാത്ത സൗഭാഗ്യം ആ നാട്ടിലെ ഭരണാധികാരിയുടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ, അതായത് ഇപ്പം രാജീവിന്റെ മകന്, നെഹ്റുവിന്റെ മകൾക്ക് ഒക്കെ കിട്ടിയ പരിഗണന എനിക്ക് കിട്ടാതായി പോകുന്ന അവസ്ഥ, അതിനെതിരെ ആരെങ്കിലും സമരം ചെയ്താൽ മനസ്സിലാക്കാം. ഈ 2019 അവിടെ വിഭജനം നടന്നത്. അപ്പോൾ ആ വിഭജനത്തിനെ
തെറ്റാണെന്ന് കാണിക്കാനുള്ള ഒരു ശ്രമമാണോ ഇപ്പോൾ നടക്കുന്നത്? കുറച്ച് നാളുകളായി അവിടെ ഒരു സമാധാനം ഉണ്ടായിരുന്നു, ജമ്മു കാശ്മീരിലായാലും ലഡാക്കിലായാലും. ഇപ്പോൾ ആ സമാധാനത്തിനെതിരെയുള്ള ഒരു നീക്കമാണല്ലോ. ജമ്മു കാശ്മീരിൽ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ചിലയിടങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിനെ ആ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയുണ്ട്. അതിന്റെ വലിയ രൂപമാണ് നാം ലഡാക്കിൽ കണ്ടത്. ഇപ്പോൾ ജമ്മു കാശ്മീരിനെ ലക്ഷ്യമിട്ടാണോ ഇപ്പോൾ ചിലരുടെ എല്ലാം നീക്കങ്ങൾ? അല്ല, ഈ നീക്കം ജമ്മു കാശ്മീർ ഞാൻ പറയുന്നത് അവിടെ പോലും പരിമിതപ്പെടുന്നില്ല. അവിടെ ഒന്ന് വിജയിക്കുന്നതിന് അവസരം കിട്ടിയാൽ ഇത് മലപ്പുറത്ത് വരെ ആവർത്തിക്കാം, കേരളത്തിലേക്കും വരാം, തമിഴ്നാട്ടിലേക്കും വരാം. നമ്മൾ കണ്ടിട്ടില്ലേ കട്ടിംഗ് സൗത്ത്, തെക്കിനെ വെട്ടിമാറ്റുക. ഇത് ബംഗാളിലും പല സംസ്ഥാനങ്ങളിലും വളരാനുള്ള ലക്ഷ്യമാണ്. ഭാരതത്തെ പല കഷണമാക്കാൻ വേണ്ടിയാണ് രാഹുലിന്റെ കോൺഗ്രസും ബേബിയുടെ MA ബേബിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയും ഡി രാജയുടെ CPIയും, അതായത് കമ്മ്യൂണിസ്റ്റ് പരിവാരും ഇസ്ലാമിക തീവ്രപക്ഷവും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലഡാക്ക് ഞാൻ ഒരു പരീക്ഷണശാല മാത്രം. പക്ഷേ അവിടെ വിജയിക്കുക എന്നുള്ളത് നമുക്ക് ദിവസങ്ങൾ കൊണ്ടറിയാം. കാരണം ഭാരതം ഇത് കണക്കൂട്ടിയിരിക്കുന്നതാണ്. ഒരിക്കലും ചൈന അന്ന് ആ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയ ശൈലിയിൽ അടിച്ചമർത്തത്തൊന്നുമില്ല. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ കൂടെ കൂട്ടി അത് രാജ്യ താല്പര്യത്തിന് അനുസൃതമായിട്ട് പുതിയ തലമുറയും മാറ്റുന്നതിനുള്ള പല ഇടപെടലുകളുണ്ടാവും. ആ ഇടപെടലുകളുടെ വിജയം ഭാരതത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കും. അതുകൊണ്ട് ഇപ്പോഴുണ്ടായ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും ഗൗരവമായി എടുക്കണം. ഈ സമരത്തെ ഗൗരവമായി എടുക്കണം. പക്ഷെ അതിനെ അപകടകരമായ തലത്തിലേക്ക് പോകുന്നതിനെ ഒഴിവാക്കാനുള്ള കരുത്ത് ഇന്നത്തെ ഭാരതത്തിനുണ്ടെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.